ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ ഒരു ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക, അതുപോലെ ബിസിനസ്, വെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതേപോലെ നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് എങ്ങനെ ലൈഫ് വളരെ മനോഹരമാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അതായത് നിങ്ങളൊരു 20s ഉള്ള ആളാണെങ്കിൽ, ഒരു ഇയർലി 20 ആ ഒരു ഏജ് ആണെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ആ സമയത്ത് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഡിസ്ട്രാക്ഷൻ ഉള്ള സമയമായിരിക്കും 20s. അതായത് അനാവശ്യമായിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന ഏതൊരാളെ നോക്കിയാലും, ഏതൊരു 20 years ഓൾഡ് ഉള്ള കുട്ടിയെ നോക്കിയാലും കാണാൻ പറ്റുന്നത് വളരെ കുറച്ച് ആളുകളാണ് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് അവരവരുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമയത്ത് കിട്ടുന്ന ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രായം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കല്യാണം കഴിക്കും, കുട്ടികളാവും, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പക്ഷേ 20 years എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയം ഉണ്ടാവും. ആ സമയം നിങ്ങൾ അധിക പേരും വേസ്റ്റ് ആക്കിയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. ഏതൊരു കാര്യമായിട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, നമുക്കിപ്പോൾ പറയാം, ഞാനൊരു ഇപ്പം കാണുന്ന കുറച്ച് ആളുകളിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം ഉപയോഗിച്ച്, ചെറിയൊരു ക്യാഷ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഈ പല സക്സസ്ഫുൾ ആയ ആളുകളും ഇപ്പോൾ അവർ ഒരുപാട് വെൽത്ത് കാണുമ്പോൾ നമ്മളിപ്പം എലോൺ മസ്കിനൊക്കെ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ പഴയ കാലത്തെ നോക്കിയാൽ ഒരു ഓഫീസിൽ തന്നെ കടന്ന് ഉറങ്ങിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്ത് പറയുന്നത്. അതായത് ഓഫീസിൽ തന്നെ ഒരു സോഫയിൽ കിടന്നുറങ്ങിയിട്ടാണ് 18 മണിക്കൂറൊക്കെ ഡെയിലി വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയുള്ള വെൽത്ത് ക്രിയേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ ഒരു ബേസ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ഇതുപോലെ ഈ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല പരാജയങ്ങളും നേരിട്ടേക്കാം. കാരണം ഈ സമയത്ത് ഈ ഒരു 20 years ഒരു ബിസിനസ് നിങ്ങൾ ഉണ്ടാക്കി അത് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അതിൽ മാത്രം കുറച്ച് ടൈം കൊടുക്കുക. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. ഒരാഴ്ചയിൽ ഒരു വീക്കെൻഡ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് പുറത്തു പോകാം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഗെറ്റ് ബാക്ക് ടു വർക്ക് എന്നുള്ള ഒരു മോഡിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. പിന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല നിങ്ങളുടെ കൂട്ടുകാർ, ഇപ്പോൾ പറയാണ്ട് കുറെ നിങ്ങൾ കേട്ടതായിരിക്കും, ഈ ഒരു നമ്മൾ ആരുടെ കൂടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, അവരെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമ്മളിൽ കുറച്ചൊക്കെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക, നല്ല ബിസിനസ് മെന്റാലിറ്റി ഉള്ള, ഇതുപോലെ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന, ബിൽഡ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നെറ്റ്വർക്ക് കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രായത്തിൽ. കാരണം ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അവരോടൊന്ന് നിങ്ങളും കൂടി ഒന്ന് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ടീമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.